നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള ഷോൺ ജോർജിന്റെ നീക്കം പൂർവാധികം ശക്തിയോടെ മുമ്പോട്ട് പോകുന്നു. ഒരു കേസിലൊന്നും അവസാനിക്കുന്ന അവസ്ഥയല്ല. പ്രത്യേകിച്ച് ഷോണിനെതിരെ പരാതി കൊടുക്കുകയും കേസെടുക്കുകയും ചെയ്തതോടുകൂടി ഷോൺ അതീവ വാശിയോടുകൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാസപ്പടി കേസിൽ കർണാടക ഹൈക്കോടതിയുടെ അനുമതി കൂടി കിട്ടിയതോടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതിവേഗതയിൽ അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നു. വീണ വിജയന് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ SFIO പുറത്തുവിടാത്തത് കൊണ്ട് ആർക്കും ലഭ്യമല്ല എന്ന് മാത്രം. വാസ്തവത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പല അന്വേഷണങ്ങളും മാധ്യമങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. നാളുകളായി വീണ വിജയൻ അന്വേഷണ പരിധിയിലാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലാ തടസ്സങ്ങളും നീങ്ങിയതോടുകൂടി വീണ വിജയനെതിരെയുള്ള എല്ലാ പരാതികളും സജീവമായി തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 1,72,00,000 രൂപ CMRL നിന്നും കൈപ്പറ്റിയതിനെതിരെ മാത്രമല്ല, മറ്റ് പല സ്ഥാപനങ്ങളും വീണ വിജയന് ഫണ്ട് കൊടുത്തതിനെതിരെയുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന കനേഡിയൻ കമ്പനിയുടെ വിശദാംശങ്ങളും SFIO തേടുമെന്നാണ് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതിൽ ചില ആശയക്കുഴപ്പങ്ങൾ തുടരുന്നുണ്ട്. പക്ഷേ വീണയുടെ പേരിൽ അങ്ങനെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയും വീണ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു എന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ചും അന്വേഷണം ഉണ്ടാവും. പ്രത്യേകിച്ച് കാനഡയിലാണ് ലാവ്ലിൻ കമ്പനിയുടെ ആസ്ഥാനം എന്നതുകൊണ്ട്. അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ ഞെട്ടിക്കുന്ന പല പുതിയ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, 1,72,00,000 രൂപ വീണ വിജയന്റെ കമ്പനിയിലേക്കും വീണ വിജയന് വ്യക്തിപരമായ അക്കൗണ്ടിലേക്കും CMRL എന്ന കമ്പനി കൊടുത്തതുപോലെ അനേകം കമ്പനികൾ ഇങ്ങനെ മാസപ്പടി കൊടുത്തിട്ടുണ്ട് എന്നതാണ്. ഏതാണ്ട് 7ഓളം കമ്പനികളുടെ വിവരങ്ങൾ ഇപ്പോൾ SFIO ശേഖരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ കമ്പനികളെ കൂടി അന്വേഷണ പരിധിയിൽ ആക്കണം എന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് പുതിയൊരു പരാതിയും നീക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ വീണ വിജയൻ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതാണ്. കോടിക്കണക്കിന് രൂപ, ഏതാണ്ട് 1.5 കോടി രൂപയാണ് ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നതിന് വേണ്ടി വീണ വിജയൻ ഫീസ് കൊടുത്തത് എന്നിപ്പോൾ വ്യക്തമാവുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ പണമൊക്കെ വീണ വിജയന് കിട്ടുന്നത്, അത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അത്തരം വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വളരെ പ്രശസ്തനായ ഒരു വക്കീലിനെ ആയിരുന്നു കർണാടക ഹൈക്കോടതിയിൽ എൻഗേജ് ചെയ്യിപ്പിച്ചത്. ആ വാദം എല്ലാം തോറ്റുപോയി. ഹൈക്കോടതി അത് പൂർണ്ണമായും തള്ളി എന്ന് മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും നിരവധി രേഖകൾ കോടതിയിൽ ഹാജരാക്കി. എന്ന് മാത്രമല്ല, വീണ വിജയൻ അവരുടെ വാദം ഉയർത്തുന്നതിന് വേണ്ടി ഇതുവരെയുള്ള കേസ് ഹിസ്റ്ററിയും ഹാജരാക്കി. ഇതൊക്കെ പബ്ലിക് ഡോക്യുമെന്റായി. ആ വിധി പകർപ്പ് ഇന്ന് എല്ലാവർക്കും ലഭ്യമാണ്. വിധി പകർപ്പിലെ ഓരോ പേജിലും അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓരോ ഡോക്യുമെന്റും വീണ വിജയന്റെ ഇതുവരെയുള്ള ഇടപാടുകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. ആ വിധി പകർപ്പിന്റെ 20ാമത്തെ പേജിൽ എണ്ണി പറയുന്നുണ്ട് വീണ വിജയന് ആരൊക്കെ പണം കൊടുത്തു, അതെങ്ങനെ സംശയകരമായിരിക്കുന്നുവെന്ന്. അതിൽ പറയുന്നത്, as per the financial statement for the year ending 2017-18, 18-19 and 19-20, the company has taken unsecured loan from Empower India Capital Investment Private Limited, a Kerala-based company, in which Sri S.N. Shashidhar Karta is the managing director and major shareholder. അതായത് എംപവർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി, ഈ കർത്ത തന്നെ, കരിമണൽ കർത്ത തന്നെ MD ആയിരിക്കുന്ന കമ്പനിയിൽ നിന്നും വീണ വിജയൻ ലോൺ എടുത്തതിന്റെ വിശദാംശങ്ങൾ വ്യക്തമായി പറയുന്നു. 2015-16 25 ലക്ഷം രൂപ, 2016-17 30,36,000 രൂപ, 17-18 10,36,000 രൂപ, 18-19 4,80,000 രൂപ, ഇത്രയും രൂപ ലോൺ എടുത്തിട്ടുണ്ട്. ആ ഒരു ലോണിന് ഒരു സെക്യൂരിറ്റിയും ഇല്ല. നമുക്കറിയാം, 1 രൂപ ലോൺ എടുക്കണമെങ്കിൽ സെക്യൂരിറ്റി എടുക്കണം. പക്ഷെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ കരിമണൽ കർത്ത 25 ലക്ഷം, 37 ലക്ഷം, 10 ലക്ഷം, 4 ലക്ഷം ഇങ്ങനെ പലപ്പോഴായി തുക കൊടുത്തിരിക്കുന്നു. വീണയ്ക്ക് അവർ കത്ത് എഴുതിച്ചു, യു ആർ റിക്വസ്റ്റഡ് ടു ഫർണിഷ് ദ ഡീറ്റെയിൽസ് ഓഫ് ലോൺസ് ടേക്കൺ ഫ്രം എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓർ ഫ്രം ഇറ്റ്സ് ഡയറക്ടേഴ്സ്, പർപ്പസ് ഓഫ് ലോൺ, ഡ്യൂ ഡേറ്റ് ഓഫ് ദി റീപേയ്മെന്റ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ ഡേറ്റ്, ഫർദർ ഫ്രം ദി ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അതെല്ലാം പറയണം. ഇതൊന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. രസകരമായി പറയുന്നത്, ഇറ്റ് കുഡ് ബി സീൻ ദാറ്റ് ഡ്യൂറിംഗ് ദ ഇയർ 2016-17 only a sum of rupees 25 lakh has been received from the said entry. However, as per bank statement, no amount of rupees 12,036 had been received. അതായത് 25 ലക്ഷം രൂപ 2016-17 കൊടുത്തു എന്ന് പറയുന്നുണ്ട് ലോണായി. എന്നാൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ 12,36,000 കാണിക്കുന്നുള്ളൂ. ബാക്കി പണം എന്ത് സംഭവിച്ചു? പ്ലീസ് സ്റ്റേറ്റ് വെദർ ദി എമൗണ്ട് ഹാസ് ബീൻ റിസീവ്ഡ് ഇൻ കാഷ് ഓർ ചെക്ക്, ഓൺലൈൻ എക്സെട്ര. ഓർക്കണം, അതുപോലും തട്ടിപ്പ്. ലോണായി കൊടുത്തിരിക്കുന്ന കാശിന്റെ പകുതി പോലും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഇല്ല. അതുപോലെ വീണയുടെ കമ്പനി 1,30,30,000 രൂപ ഡൊണേഷൻ കൊടുത്തിട്ട് അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമല്ല.
From the bank statement produced, it could be seen that the company has been regularly, almost every month, receiving amount from the various charitable organizations, institutions, etc. Please state the name of the donor and amount received year-wise and relationship between the company and donor. നിരവധി പേർ ദാനം നൽകിയത്, ഇങ്ങോട്ട് പണം ഡൊണേറ്റ് ചെയ്തതായി കാണുന്നു. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച നിരവധി കമ്പനികൾ വീണാ വിജയന് പണം കൊടുത്തു എന്ന് ഇതിൻ്റെ അകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. കൂടാതെ അടുത്ത് പറഞ്ഞു, ഫർദർ ദി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓൾസോ റിവീൽ ദാറ്റ് ഫോളോയിങ് റിസീപ്റ്റ് ഓഫ് ദി കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടിൽസ് ലിമിറ്റഡ്, ഇവിടെ നിന്ന് സിഎംആറിൽ നിന്നും ഇങ്ങനെ തുക കിട്ടിയിരിക്കുന്നു. 4/5/2017 3,15,000, 12/6/2017 3,15,000, 10/7/2017 3,15,000, 8/8/2017 3,24,000, 11/9/2017 3,24,000, 13/10/2017 3,24,000, 2018 ആയപ്പോഴേക്കും അത് 6,48,000 ആവുന്നുണ്ട്. പിന്നെ ഒടുവിൽ അത് 9,72,000 ആവുന്നുണ്ട്. എന്നെ കോടിക്കണക്കിന് രൂപ കിട്ടിയതിന്റെ കണക്കും പറഞ്ഞു. ഈ വിശദാംശങ്ങളും ചോദിച്ചിട്ടുണ്ട്. കോടതി വിധിക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ കത്തുകളിൽ വീണാ വിജയന് പല കമ്പനികളും പണം കൊടുത്തിരുന്നു. ഇത്തരം പല കമ്പനികൾക്കും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ഉയർന്നു വരുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള സ്ഥാപനങ്ങൾ എന്തിനാണ് പിണറായി വിജയന്റെ മകൾക്ക് പണം കൊടുത്തത് എന്ന ചോദ്യം കൂടി ഉയർന്നു വരികയാണ്. എന്തായാലും ഈ വിശദാംശങ്ങളൊക്കെ പല കമ്പനികൾ വീണയ്ക്ക് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്, മാസപ്പടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊക്കെ SFIO കണ്ടെത്തിയിരിക്കുന്നു. കേവലം 1,72,00,000 രൂപയുടെ മാത്രം വിഷയമല്ല, ഇത് വലിയ ഒരു സാമ്പത്തിക തിരിമറിയുടെ വിഷയമാണ്. എത്ര കേസ് കൊടുത്ത് ആരെയൊക്കെ നിശബ്ദനാക്കാൻ ശ്രമിച്ചാലും ഈ അഴിമതിയുടെ വിശദാംശങ്ങൾ പുറം ലോകം അറിയാതിരിക്കില്ല. ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും വാർത്തകൾ മുക്കുന്ന പഴയകാലം കടന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീണാ വിജയന്റെ ഈ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തതയോടെ പുറത്തു വരുമെന്ന് തീർച്ച.